നമസ്കാരം. 9 മണി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തലക്കെട്ടിൽ. കണ്ണൂരിൽ BLOയുടെ ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കുന്നു. അനീഷിന് CPM ബന്ധമുണ്ടെന്ന് പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസ്. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കണം. നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു. നമ്മ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നത്തില് സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച് BLOമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമെന്ന് സംയുക്ത സമരസമിതി. പ്രദേശത്തിൽ കൂടുമാറ്റവും തർക്കവും തുടരുന്നു. തൃശൂരിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ ചേർന്നു. മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ CPMൽ. മുൻ CPI നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ. ആലപ്പുഴയിൽ LDFന് തലവേദനയായി CPM CPI തർക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെത്തി SIT. പീഠവും കട്ടളപ്പാളിയും തൂണുകളിലെ പാളികളും അഴിച്ചെടുത്തു പരിശോധന. അളവ് തൂക്കം പരിശോധിച്ച ശേഷം പുനഃസ്ഥാപിക്കും. വൃശ്ചികം 1-ന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. കോഴിക്കോട്ടും കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി. മേയർ സ്ഥാനാർത്ഥിയായിരുന്ന VM വിനു വോട്ടർ പട്ടികയിലില്ല. വോട്ട് ചോരിയെന്ന് കോൺഗ്രസ്. 45 വർഷമായി വോട്ട് ചെയ്യുന്ന ആളെന്ന് വിനു. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ SLന് ഹൈക്കോടതിയുടെ ആശ്വാസം. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അനീതി. ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ്. ബീഹാറിൽ നിതീഷ് സർക്കാരിന് സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ചിരാഗ് പാസ്വാനും BJP പ്രതിനിധിയും ഉപമുഖ്യമന്ത്രിമാരാകും. തേജസ്വി പ്രതിപക്ഷ നേതാവാകും. ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷം. തേജ് പ്രതാപ് NDAക്കൊപ്പം. പശ്ചിമബംഗാൾ അസാധാരണ സംഭവവികാസങ്ങൾ. രാജ്ഭവനിൽ ആയുധങ്ങളുണ്ടെന്ന TMC ആരോപണത്തിൽ പരിശോധന ഗവർണർ നിർദ്ദേശപ്രകാരം. ആരോപണം ഉന്നയിച്ച കല്യാൺ ബാനർജി 24 മണിക്കൂറിനുള്ളിൽ പറയണമെന്ന് ഗവർണർ ന്യൂസ് 18 കഴിഞ്ഞാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ MPക്കെതിരെ എടുക്കും. അതിനുള്ള നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. മനുഷ്യരാശിക്കെതിരായ കുറ്റമെന്ന് ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണൽ. വിധി അനീതിയെന്ന് ഷെയ്ഖ് ഹസീന. മെക്കയിൽ വാഹനാപകടത്തിൽ 42 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 11 കുട്ടികൾ. കൊല്ലപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികൾ. അപകടം ഉംറ കഴിഞ്ഞു മടങ്ങവേ. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്ന് കരസേനാ മേധാവി. ഏതാക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുന്നു. നൌഗാം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകൻ പിടിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബീഹാറിൽ വീണ്ടും നിതീഷ് മുഖ്യമന്ത്രി. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന് സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. JDUവും BJPയും മന്ത്രിസ്ഥാനം തുല്യമായി പങ്കിടാനാണ് ആലോചന. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 2 മന്ത്രിസ്ഥാനവും HIM, RLM എന്നീ കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും കിട്ടും. സ്ഥാനമൊഴിയുന്ന സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി നിതീഷ് രാജി സമർപ്പിച്ചു. വ്യാഴാഴ്ച ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനായി ഒരുക്കങ്ങൾ വിപുലമാണ്. 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായി RJDയുടെ സ്ഥാനമാത്രത്തിൽ ഉണ്ടാകും. 25 MLAമാർ RJDക്ക് ലഭിച്ചതോടെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട അവകാശവാദം അവർക്കും ലഭ്യമായത്. MG മിഥുനുണ്ട്. മിഥുന്, ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതൃസ്ഥാനമാണ്. അത് RJDക്ക് ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തേജസ്വി യാദവിനെ ഇന്ന് ചേർന്ന RJD MLA-മാരുടെ യോഗത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 25 MLA-മാർ ഉള്ള സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം RJDക്ക് ലഭ്യമാവുകയും ചെയ്തത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് വലിയ രീതിയിലൊരു ആഘോഷമാക്കി മാറ്റുക എന്ന രീതിയിലാണ് NDA ഇതിനെ കാണുന്നത്. ഗാന്ധി മൈതാനം അതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ BJPക്കും ഒപ്പം തന്നെ JDU-വിനും തുല്യ രീതിയിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതിച്ച് നൽകാൻ ആണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് തീർച്ചയായും അത് രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് BJP-യുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകും, LJP-യുടെ ഉപമുഖ്യമന്ത്രി ഉണ്ടാകും. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. വലിയ ഭൂരിപക്ഷമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സഖ്യകക്ഷികളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഏതാണ്ട് രമ്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് 16 MLA, അതായത് 16 വീതം മന്ത്രിമാർ ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഘടകകക്ഷികൾക്കും തുല്യ പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, അതായത് രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJP വലിയ വിജയം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ ഇപ്പോൾ നൽകാനാണ് ആലോചന എന്നുള്ളതാണ്. ഒരുപക്ഷേ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി ഇത്തരത്തിൽ LJPക്ക് സ്വന്തമാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികൾക്കും ഓരോ വീതം മന്ത്രിസ്ഥാനങ്ങൾ നൽകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും വലിയ ചരിത്രത്തിലെ തന്നെ വലിയ വിജയമാണ് NDA, ഒപ്പം തന്നെ BJPയും JDU-വും അവിടെ സ്വന്തമാക്കുകയും ചെയ്തത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചതിനേക്കാൾ വലിയ ഒരു വിജയം, അതായത് ഒരു എക്സിറ്റ് പോൾ ഫലം പോലും ഇത്രയും വലിയൊരു വിജയം NDAക്ക് പ്രവചിച്ചില്ലായിരുന്നു. അതിനു മുകളിലേക്ക് തരത്തിലുള്ള ഒരു വിജയം ബീഹാറിനെ സംബന്ധിച്ച് NDAക്ക് സ്വന്തമാവുകയും ചെയ്തു. അതായത് ഈ വോട്ട് ചോരി അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചു എങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ചർച്ചയാവാതെ, അല്ലെങ്കിൽ അതൊന്നും തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അത് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് RJDയുടെ ഒരു വലിയ പതനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ RJD തകർന്നടിയുന്ന സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 19 സീറ്റുകൾ മാത്രം, അല്ലെങ്കിൽ 19 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ 5 സീറ്റിലേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ പൂർണ്ണമായും പാർട്ടികളെല്ലാം തന്നെ, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷം. മറ്റൊന്ന് JDU-വിൻ്റെ ഒരു മുന്നേറ്റം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുകൾ മാത്രമായിരുന്നു JDU-വിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ ഇത്തവണ അതിന് ഇരട്ടിയിലധികം സീറ്റുകൾ JDU-വിന് സ്വന്തമാക്കാൻ സാധിക്കുകയും ഒപ്പം തന്നെ നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ആദ്യം ഒരു തരത്തിലുമുള്ള പ്രഖ്യാപനം, ആരാണ് മുഖ്യമന്ത്രി, നിതീഷ് തന്നെയാണോ എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമില്ലായിരുന്നു. പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇതുപോലത്തെ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിലും നടത്തിയില്ലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന വേളയിൽ മാത്രമാണ് നിതീഷ് കുമാർ തന്നെയായിരിക്കും തങ്ങളെ നയിക്കാൻ പോകുന്ന രീതിയിലുള്ള സുപ്രധാന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മോട് തന്നെ, അതായത് CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇതിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചതിന് ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കാണ് ബീഹാർ നീങ്ങുന്നത്. എന്തായാലും വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി ആയിരിക്കാം ഈ ഒരു സത്യപ്രതിജ്ഞ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഗാന്ധി മൈതാനം പൂർണ്ണമായും ഒരുങ്ങുകയാണ്. ബീഹാർ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയൊരു ആഘോഷമാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ മാറ്റാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. NDAയിലെ ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും, സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ മുഖ്യമന്ത്രിമാരും, അതായത് NDAയുടെ ഭാഗമായിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ബീഹാർ കടന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ആത്മവിശ്വാസമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഏറ്റവും വലിയ സീറ്റ് നമ്പർ വാങ്ങിക്കൊണ്ടാണ് NDA ഇത്തവണ ബീഹാർ പിടിച്ചെടുത്തത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസം സർക്കാർ രൂപീകരണത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷമാണ്. രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ 4 പെൺമക്കൾ കൂടി പട്നയിലെ വീട് വിട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള യോഗത്തിൽ തേജസ്വിയും രോഹിണിയും തമ്മിൽ തർക്കമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. സഹോദരനെ മാത്രമാണ് തള്ളിപ്പറഞ്ഞതെന്നും അച്ഛൻ്റെ പിന്തുണ തനിക്കുണ്ടെന്നും രോഹിണി ആചാര്യ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ തേജ് പ്രതാപ് യാദവ് NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തേജ് പ്രതാപ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും NDAക്കൊപ്പം പ്രവർത്തിക്കും എന്നുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത്. പശ്ചിമബംഗാളിൽ അസാധാരണ സംഭവവികാസങ്ങൾ.
പശ്ചിമബംഗാൾ രാജ്ഭവനിൽ ആയുധങ്ങളുണ്ടെന്ന് TMC ആരോപണത്തിൽ പരിശോധന. ഗവർണർ ആനന്ദ് ബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് CRPFും ബംഗാൾ പോലീസും പരിശോധന നടത്തിയത്. പരിശോധനയൊന്നും കണ്ടെത്താനായില്ല. അജയ് സുധാ ബിജു ശരിയാണ്. അജയ് സുധാ ബിജു, അസാധാരണമായ സംഭവവികാസമാണ്. ഈ ഗവർണർക്കെതിരെ നേരത്തെയും TMC ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ CV ആനന്ദ് ബോസും അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ സർക്കാരും തമ്മിലുള്ള ഈ ഒരു ഗവർണർ സർക്കാർ പോര് അത് നിരവധി നാളായി അത് തുടരുകയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തുന്ന ഒരു സംഭവം അരങ്ങേറിയത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പശ്ചിമ ബംഗാളിൻ്റെ MP ആയിട്ടുള്ള കല്യാൺ ബാനർജി അദ്ദേഹം ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന നടത്തുകയായിരുന്നു. അതായത് BJP ഗുണ്ടകൾക്ക് ഗവർണർ എല്ലാവിധ സഹായങ്ങൾ നൽകുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വെറും വേലക്കാരൻ മാത്രമാണ് ഇത് CV ആനന്ദ് ബോസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ രാജ്ഭവൻ വഴിയാണ് BJP ഗുണ്ടകൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ അതുപോലെ തന്നെ വെടിക്കോപ്പുകൾ എല്ലാം നൽകുന്നത്. ഈ ഗവർണർ ഈ BJP ഗുണ്ടകൾക്ക് ആക്രമണം നടത്താൻ വേണ്ടി ഒത്താശ ചെയ്യുകയാണ് എന്നായിരുന്നു കല്യാൺ ബാനർജിയുടെ ആരോപണം. ഇതിന് വഴിവെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഗവർണറുടെ ഒരു പരാമർശം തന്നെയാണ്. അതായത് SARനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം വെള്ളിയാഴ്ച നടത്തിയ ഒരു പരാമർശം. SARനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബാലറ്റ് കൊണ്ടാണ്, അല്ലാതെ വെടിയുണ്ടകൾ കൊണ്ടല്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഇതിനൊരു മറുപടിയായിട്ടായിരുന്നു ഈ കല്യാൺ ബാനർജിയുടെ പരാമർശം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ BJP ഗുണ്ടകളെ ഗവർണർ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന് ശനിയാഴ്ച വൈകിയാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് ഗവർണർ വ്യക്തമാക്കുന്നു, ഞായറാഴ്ച ഈ രാജ്ഭവൻ എല്ലാ പൊതുജനങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കുമായിട്ടും തുറന്നു നൽകുകയാണ്. പൊതുജനങ്ങളുടെ ഏതെങ്കിലും 100 പ്രതിനിധികൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും രാജ്ഭവനിലെത്താം, അതുപോലെ അവിടെ പരിശോധന നടത്താം. എന്തെങ്കിലും കണ്ടെത്തുകയുണ്ടായാൽ ഈ കല്യാൺ ബാനർജി രാജിവെക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും, പരാതി നൽകുമെന്നും ഈ ഗവർണർ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ശനിയാഴ്ച രാത്രി തന്നെ രാജ്ഭവനിൽ നിന്ന് നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നോണമാണ് ഇത്തരത്തിൽ ഈ CV ആനന്ദ് ബോസ് അദ്ദേഹം നിലവിൽ സിലിഗുരിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സിലിഗുരിയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ച് അദ്ദേഹം രാജ്ഭവനിലേക്ക് പെട്ടെന്ന് തന്നെ തിങ്കളാഴ്ച രാവിലെ തന്നെ തിരിച്ചെത്തുകയും എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രാജ്ഭവനിലാകെ ഇന്ന് പരിശോധന നടത്തിയത്. അതിനു മുമ്പേ രാജ്ഭവനിലുള്ള എല്ലാ ജീവനക്കാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാം പുറത്തിറക്കി എല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷമാണ് രാവിലെ മുതൽ ഇത്തരത്തിലൊരു പരിശോധന അവിടെ അരങ്ങേറിയത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും അതുപോലെ സിവിൽ ഡിഫൻസ് ടീമും ഇത്തരത്തിലുണ്ടായിരുന്നു. ഒരു മോക്ക് ഡ്രില്ലും കൂടി ഇവിടെ നടത്തിയിരുന്നു. ഫയർ ഫൈറ്റിംഗ് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മോക്ക് ഡ്രില്ലും കൂടി ഇവിടെ നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ എല്ലാ പരിശോധനയ്ക്ക് ശേഷം ഇവിടെ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെയാണ് പോലീസും അതുപോലെ തന്നെ CRPF സേനയും ഇവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഗവർണർ തൻ്റെ ഒരു പരാമർശത്തിൽ, നേരത്തെയുള്ള പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് യാതൊരുവിധ ആയുധങ്ങളും ഒന്നും തന്നെ ഇത്തരത്തിൽ TMCയുടെ ആരോപണം പോലെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് TMCക്കെതിരെ കൂടുതൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ ഈ MP-ക്കെതിരെ ഇത്തരത്തിൽ കല്യാൺ ബാനർജിക്കെതിരെ കൂടുതൽ ആക്രമണങ്ങളുമായി ഇനി ഗവർണർ വരും ദിവസങ്ങളിൽ രംഗത്തെത്താനാണ് കൂടുതൽ സാധ്യത. അതാണ് സാഹചര്യം. ഏതായാലും പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ന്യൂസ് 18നോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ആരോപണം ഉന്നയിച്ച കല്യാൺ ബാനർജി മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. കേസെടുക്കാൻ പോലീസോടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഗവർണറുടെ വാക്കുകളിലേക്ക്. ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച MP-യുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവഗണിക്കുകയാണ് നന്ന്. പക്ഷെ ആരോപണം അതീവ ഗുരുതരമായതുകൊണ്ടും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് ഗൗരവതരമായി എടുത്തു. MP-യോട് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ നേരിട്ട് വന്ന് പരിശോധിക്കാം. മിനിയാന്ന് രാവിലെ മുതൽ ധാരാളം മീഡിയ പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളുമൊക്കെ രാജ്ഭവനിൽ വന്നു. രാജ്ഭവൻ അവർക്കായി തുറന്നിട്ട് കൊടുത്തു. ആർക്കും പരിശോധിക്കാം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ MP-ക്കെതിരെ എടുക്കും. അതിനുള്ള നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അതിലൊരു തീരുമാനമെടുക്കുന്നതാണ്. അതാണ് സാഹചര്യം. ഏതായാലും ബംഗാളിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. TMCയും BJPയുമായുള്ള പോരിൻ്റെ മറ്റൊരു പകർപ്പായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്.
നമുക്ക് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്കൊന്ന് പോകണം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത്. മനുഷ്യരാശിക്കെതിരായ കുറ്റമാണ് ഷെയ്ഖ് ഹസീന ചെയ്തതെന്നാണ് ട്രിബ്യൂണൽ പറയുന്നത്. നേരത്തെ ബംഗാളിൽ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കലാപത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. SITയുടെ വിധി അനീതിയാണെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിക്കുകയുണ്ടായി. തന്റെ ഭാഗം പറയാനുള്ള അവസരം കോടതി തന്നില്ലെന്നും രാജ്യത്ത് ഭീകര സംഘടനകൾ പിടിമുറുക്കിയതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷയാണ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അവരെ മരണം വരെ തൂക്കിലേറ്റാനുള്ള വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് നടന്ന കലാപത്തിൽ, വിദ്യാർത്ഥികൾ മുന്നോട്ട് നയിച്ച കലാപത്തിൽ നിരവധി ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സർക്കാർ, ഷെയ്ഖ് ഹസീന നയിച്ച സർക്കാർ ഈ വിദ്യാർത്ഥികളെ അടക്കം കൊല്ലുന്നതിന് വേണ്ടി പ്രേരണ നടത്തി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ല. അവരെ മാത്രമല്ല, ഇവരെ കൊലപ്പെടുത്താനുള്ള ഉത്തരവിറക്കി തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, ആരോപിച്ചുകൊണ്ടാണ് ICT ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇത് കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്ത് മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ വിന്യസിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനൊരു വിധി വരുന്നത്. വിധിക്ക് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീന, ഇന്ത്യയിൽ നിലവിലുള്ള ഷെയ്ഖ് ഹസീന ഈ വിധിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ICT എന്ന് പറയുന്ന കോർട്ടിനെ അവർ ബംഗ്ലാദേശ് കൊണ്ടുവന്നത് തന്നെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു. ഈ വിധി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ICT എന്ന് പറയുന്ന ഒരു കങ്കാരു കോർട്ടാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഷെയ്ഖ് ഹസീന വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഉന്നയിച്ചിരിക്കുന്നത്. അവർ എന്തായാലും ഉടനെയൊന്നും ബംഗ്ലാദേശിലേക്ക് ഒരു തിരിച്ചു മടങ്ങിപ്പോക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോബയും അടക്കമുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ കാലുറപ്പിച്ചു കഴിഞ്ഞു. അവരടക്കമുള്ള ഭീകരവാദികളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ, അതായത് തനിക്കെതിരെ അവിടെ നടപടികൾ എടുക്കുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം വലിയ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തനിക്ക് കോടതിയിൽ തൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ കോടതിയിൽ ഒരു അനുവാദവും ഉണ്ടായില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഷെയ്ഖ് ഹസീന വിധിക്ക് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് കഴിഞ്ഞ 10 ദിവസമായി അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ICT വിധിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും രാജ്യത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇന്ത്യയുടെ നിലപാട്, ഈ വിധിയിൽ എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ അറിയിക്കും. എന്തായാലും ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഇന്ത്യയുടെ നിലപാട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ പരിശോധന സന്നിധാനത്ത്. SIT ആണ് പരിശോധന ഇന്ന് സന്നിധാനത്ത് നടത്തിയത്. ദ്വാരപാലക ശില്പങ്ങളിലെ പീഠം, കട്ടളപ്പാളി, തൂണുകളിലെ പാളികൾ എന്നിവ പരിശോധനയുടെ ഭാഗമായി അഴിച്ചെടുത്തു. അളവ് തൂക്കം പരിശോധിച്ച ശേഷം ഇവ പുനഃസ്ഥാപിക്കും. സന്നിധാനത്ത് നിന്ന് VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വളരെ സുപ്രധാനമായ നടപടികളാണ് ഇന്ന് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയുള്ള പീഠങ്ങളും കട്ടളപ്പാളിയും അതോടൊപ്പം തന്നെ ശ്രീകോവിലിന് വശങ്ങളിലെ 4 തൂണുകളിലെ പാളികളുമാണ് അഴിച്ചെടുത്തത്. ഇനി ഇതിന്റെ അളവ് തൂക്കം നോക്കിയ ശേഷമായിരിക്കും പുനഃസ്ഥാപിക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം തന്നെ സന്നിധാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രേഖകൾ കുറെ പരിശോധിച്ചു. അതിനുശേഷമാണ് ഇന്ന് നടപടികളിലേക്ക് കടന്നത്. ഉച്ചപൂജയ്ക്ക് തൊട്ടു മുൻപാണ് അന്വേഷണ സംഘം ശ്രീകോവിലിന് സമീപം എത്തിയത്. നട അടച്ചതോടുകൂടി തന്നെ പാളികളെല്ലാം അഴിച്ചുമാറ്റിയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോഴാണ് ഇത്തരമൊരു നടപടി. അതിന് കാരണവുമുണ്ട്. ED കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ കോടതിക്ക് മുമ്പാകെ ഇനി SITക്ക് പറയാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഉൾപ്പെടെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും N വാസുവിന്റെയും ഉൾപ്പെടെ 5 അറസ്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.
കട്ടളപ്പാളികളുടെ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ പരിശോധനകൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നൊരു വാദം ഉയർത്താൻ സംസ്ഥാനത്തിന് കഴിയുകയും ചെയ്യും. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. വൈഷ്ണവയ്ക്ക് കോടതി തുട. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ SLനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അനീതിയെന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്. സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത്, വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണമായ അധികാരം ഉപയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ് നടക്കും. സാരംഗ് സുധാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹൈക്കോടതി പരാമർശത്തിന്റെ ആശ്വാസത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ. വൈഷ്ണ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ മത്സരിക്കാൻ കഴിയുകയില്ല എന്നൊരു നിർദ്ദേശം വൈഷ്ണയ്ക്ക് മുൻപിലേക്ക് എത്തിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാകണം. അതായത് രാഷ്ട്രീയം കളിക്കരുത്, ഈ ഒരു 24 വയസ്സ് മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്നും സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ പാടില്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു രാഷ്ട്രീയ നീക്കമാണ് പൊളിഞ്ഞതെന്നും ഇതിൽ കൂടുതൽ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുന്നോട്ട് കയറി വരുമെന്നായിരുന്നു വൈഷ്ണയുടെ പ്രതികരണം. 2 ദിവസത്തിനകം ഹൈക്കോടതിയെ തീരുമാനം അറിയിക്കണമെന്നാണ് കലക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഈയൊരു കലക്ടറിന്റെ തീരുമാനം അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി വൈഷ്ണയ്ക്ക് കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള ഒരു കാരണമായേക്കുമെന്നടക്കം കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് വൈഷ്ണയുടെ തീരുമാനം. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ആശ്വാസമാണെങ്കിൽ കോഴിക്കോട്ട് ചെറിയൊരു തിരിച്ചടിയുണ്ടായി ഇന്ന്. സംവിധായകൻ VM വിനു, നമുക്കറിയാം VM വിനുവാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി കോഴിക്കോട് കോർപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. ഈ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കല്ലായിലാണ് VM വിനു മത്സരിക്കുന്നത്. നേരത്തെ കാരപ്പറമ്പ് വാർഡിലാണ് വോട്ട് ചെയ്തിരുന്നത്. 45 വർഷമായി താൻ വോട്ട് ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നു. നാളെ ഹൈക്കോടതി സമീപിക്കുമെന്നും വിനു വ്യക്തമാക്കിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരാൻ. അനീഷ്, വലിയ തിരിച്ചടിയാണ് VM വിനുവിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്, സംശയമില്ല. ഇതിപ്പോൾ വോട്ട് ചോരി എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ? രഞ്ജിത്ത്, വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് സംവിധായകനായ VM വിനുവിനെ മത്സരത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഒപ്പം ജയിച്ചാൽ ഈ മേയർ സ്ഥാനാർത്ഥിമാരുടെ പട്ടികയിൽ 1ാം സ്ഥാനക്കാരനായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന രീതിയിലുള്ള വാക്കുകളും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. എന്നാൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പരിശോധിച്ചപ്പോഴാണ് VM വിനുവിന് വോട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എരഞ്ഞിപ്പാലത്ത് സിവിൽ സ്റ്റേഷനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ആ വിലാസത്തിൽ തന്നെ കഴിഞ്ഞ 10-20 വർഷമായി അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ കാലത്തുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളും, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു ഒഴിവാക്കൽ ഉണ്ടാവുമെന്ന് താൻ കരുതിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിക്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ സെപ്റ്റംബർ അവസാനവും നവംബർ ആദ്യവും ഒക്കെ ഈ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും ഒപ്പം വോട്ട് നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുമുള്ള അപേക്ഷകൾ നൽകാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഇത്തരം ഒരു വോട്ട് ഒഴിവാക്കൽ ഉണ്ടാവുമെന്ന് കരുതിയുന്നില്ല എന്നാണ് VM വിനുവും കോൺഗ്രസും പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ നിരവധി ആളുകളുടെ വോട്ടുകൾ സർക്കാരിന്റെ ഒരു സഹായത്തോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാറ്റിയെന്ന ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ഇന്ന് രാത്രി തന്നെ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു അനുകൂലമായ ഒരു ഉത്തരവ് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ശരി അനീഷ്, ഇനി നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് പോകാം. ഇന്നൊരു പക്ഷേ സ്ഥാനാർത്ഥികൾ ഏറ്റവും അധികം ചിരിച്ചത് വൈഷ്ണ സുരേഷ് ആകും. കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് നഗരസഭാ സ്ഥാനാർത്ഥിയാണ്. അനുകൂല തീരുമാനം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സത്യം ജയിക്കും, കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമങ്ങളിലും കോടതിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്നും പ്രചരണത്തിൽ കൂടുതൽ സജീവമാകുമെന്നുമാണ് ഇന്നത്തെ വൈഷ്ണയുടെ പഞ്ച് ഡയലോഗ്.
അനുകൂലമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. നിലവിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം, ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. BLOമാർക്ക് സമ്മർദ്ദമോ? BLO അനീഷിന്റെ മരണത്തിൽ CPMനെതിരെ കണ്ണൂർ DCC അനീഷിനെ CPM ഭീഷണിപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ടു. CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ് അനീഷിനൊപ്പം SIRുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനായി പോയത്. CPMന്റെ BLA ഒരു ഘട്ടത്തിലും അനീഷിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ ജോർജ് DCC അധ്യക്ഷൻ ആരോപിച്ചു. കോൺഗ്രസ് BLA വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടത്. നടക്കുന്ന തീരെ താല്പര്യമില്ലേ? രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരും ചെയ്യില്ല. ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വന്നില്ല, ഞാൻ വരില്ല. അതെ, അല്ല അവര് നമ്മ ലഘുലേഖകളെ കുറിച്ച് നമ്മ രാഷ്ട്രീയം പറഞ്ഞു എവിടെയെങ്കിലും. ഒന്നാമത് നിങ്ങൾ ഇവിടെ തായിലവർക്കൊന്നും അറിയില്ല. നിങ്ങൾ കോൺഗ്രസ് ആണോ CPM ആണോ, നിങ്ങൾ ഏതാ പാർട്ടിന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് വരുന്നത്, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നത്. നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു. നമ്മ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നയില് അവിടെ അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല്, നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ തടയുന്ന പറയുന്നുണ്ട് എന്നാക്കണ്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ ഓഫീസർ, വില്ലേജ് ഓഫീസർ ആരാണത് മോളില് ഇത് നിങ്ങൾ ഇത് കൊടുക്കേണ്ട എവിടെയാണ്? അവര് പറയുന്നത് പിന്നെ ഒന്നും ഇതാക്കൂല. അവര് ഞാൻ പറഞ്ഞത് അതെ, അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അംഗീകരിച്ചിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കണം പറഞ്ഞിട്ട് മറ്റേ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്കൊപ്പം വരുന്നത്. അതെ, നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നാല് പിന്നെ വേറെവിടെയും പറയും നമ്മളെ കൂട്ടുന്നില്ലെന്ന് പറയും. ഞാനത് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്ത പ്രശ്നം നിങ്ങൾക്കാണ്. CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ് അനീഷിനൊപ്പം SIR പ്രവർത്തനത്തിനായി പോയതെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞു. CPMന്റെ BLA ഒരു ഘട്ടത്തിലും അനീഷിനൊപ്പമില്ല. അടുത്ത ദിവസം കോൺഗ്രസ് BLAയോട് വരേണ്ടെന്ന് അനീഷ് ജോർജ് പറഞ്ഞതായും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. ഇവിടെ കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖും CPMന്റെ BLA ആയ റഫീഖ് അല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. അനീഷിന്റെ മരണം സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ഇടയാക്കിയത്. അനീഷ് ജോർജിന്റെ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ BLOമാർ സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. പരാതി ലഭിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമാണെന്നും താൻ നിസ്സഹായനാണെന്നുമായിരുന്നു മറുപടിയെന്നും ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. അതേസമയം CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJPയും. അതേസമയം ആരോപണം CPM തള്ളി. SIRുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ അധിക ജോലിഭാരം, അമിത ജോലിഭാരം സംസ്ഥാനത്ത് ജീവനക്കാരെ ആകെ പ്രതിഷേധമായി മാറുകയാണ്. കണ്ണൂരിൽ ഒരു BLO ജീവനൊടുക്കിയെ തുടർന്നാണ് ഇത്തരമൊരു ശക്തമായ സമരത്തിലേക്ക് ജീവനക്കാർ നീങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലും അതുപോലെ ഇടതനുകൂല സംയുക്ത അധ്യാപക ജീവനക്കാരുടെ സംഘടനകളും സമരവുമായി രംഗത്ത് വരികയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര സർക്കാരിന് രൂക്ഷമായ വിമർശനമാണ്, രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഇങ്ങനെ ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു മാസം കൊണ്ട് തീർക്കേണ്ട ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ എങ്ങനെ സാധിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ചോദിക്കുന്നത്. രാപകലില്ലാതെ
വ്യക്തതയില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് BLOമാർക്ക്. പലർക്കും ആ പ്രദേശത്തെ പറ്റി പോലും വ്യക്തതയില്ലാത്ത ആളുകളാണ്. ഒരു പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ചെന്നിറങ്ങിയാൽ അവർക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് മതിയായ സഹായം ഇവർക്ക് നൽകാൻ കഴിയില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ SIR മുന്നോട്ട് പോകരുതെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വച്ചതാണ്. പക്ഷേ അതും അന്ന് ആ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. നിരവധി ജീവനക്കാർ ജോലി വിട്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. പലരും വലിയ ആത്മസംഘർഷത്തിലാണ്. പലരും ജോലി വിട്ടുപോകുന്നതിനപ്പുറത്തേക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനി അനുവദിക്കാനാകില്ല. ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരമുണ്ടായെങ്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കം മറ്റു ജീവനക്കാരും BLOമാരല്ലാത്ത ആളുകൾ കൂടി പണിമുടക്കി വലിയൊരു സമരരംഗത്തേക്ക് മാറാനുള്ള ആലോചനയിലാണ് ജീവനക്കാരുടെ സംഘടനകൾ. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. BLO ആയ അനീഷ് ജോർജിന് നാടിന്റെ യാത്രാമൊഴി. ഏറ്റുകുടുക്ക ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് ചടങ്ങുകൾ നടന്നത്. SIRന്റെ അമിത ജോലി സമ്മർദ്ദം കൊണ്ടാണ് ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിക്ക് കുടുംബാംഗങ്ങൾ പള്ളിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ശരണം നൽകും സകലപരേതർക്കും നിങ്ങളിൽ നിന്നേ പ്രിയരെ പിരിയുന്നേ സ്വീകൃതനാവാനർത്തിപ്പീൻ നിങ്ങൾ. ന്യൂസ് അറ്റ് 9-ൽ ഒരിടവേള. ഒരാളുണ്ട്. കോട്ടയത്ത് ടിപ്പർ ലോറി ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശി പ്രമോദ് സുഗണന്റെ ഭാര്യ ആശാ പ്രമോദാണ് മരിച്ചത്. ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം. പിന്നിൽ നിന്ന് വന്ന ടിപ്പർ ലോറി ബൈക്കിനെ ഇടിച്ചിടുകയായിരുന്നു. റോഡിൽ വീണ ആശയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി. അപകടത്തിൻ്റെ CCTV ഞെട്ടിപ്പിക്കുന്ന, ഏറെ വേദനിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഡൽഹി സ്ഫോടനം അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരവാദികളെ വളരെ കൃത്യമായി തന്നെ ശിക്ഷിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം കരസേനാ മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമാണെന്നും ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. അതിന് രാജ്യം ചർച്ച ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാന് നൽകിയ വലിയൊരു മുന്നറിയിപ്പായി കൂടി ഇതിനെ കാണുന്നവരുണ്ട്. ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് താക്കീതും മുന്നറിയിപ്പും നൽകുന്ന പ്രതികരണങ്ങൾ നടത്തിയത്. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയ ദ്വിവേദി ഇത് വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയുണ്ടായി. ഇന്ത്യ എപ്പോഴും പുരോഗതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞുവെച്ചു. അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് രാജ്യത്തിനറിയാം എന്നും അദ്ദേഹം പറയുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെയും ഭീകരവാദ സംഘടനകളെ പോലെ തന്നെയാണ് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ താക്കീതും മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന് ദ്വിവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ട്രെയിലർ മാത്രമായിരുന്നുവെന്നും അത് 88 മണിക്കൂറിൽ അവസാനിച്ച ഒരു സൈനിക നടപടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനവുമായി വന്നാൽ എങ്ങനെയാണ് ഒരു അയൽ രാജ്യത്തോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്ന് ഇന്ത്യ പഠിപ്പിക്കും എന്നുകൂടിയായിരുന്നു ജനറൽ ദ്വിവേദിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. मैं तो ये कहना चाहूँगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसका भरपूर एक
शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने पड़ोसियों से बिहेव करना चाहिए. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും കാശ്മീരിലെ സാഹചര്യം മാറിയതായും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് 2019 മുമ്പ് പലപ്പോഴും സൈനികർക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അങ്ങനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈന്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സൈന്യത്തിൽ വിശ്വാസമാണ് എന്നും ദ്വിവേദി പറയുകയുണ്ടായി. ഒപ്പം ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രത്യേകിച്ച് 2024 ഒക്ടോബറിന് ശേഷം ഇന്ത്യയും ചൈനയും നടത്തിയ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ ആണ് ഈ പുരോഗതിയിലേക്ക് നയിച്ചത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും അത് അതിർത്തി സംഘർഷങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയും ജനറൽ ദ്വിവേദി പങ്കുവെക്കുകയുണ്ടായി. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തും ആത്മവിശ്വാസവും ഉയർത്തുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലും ഇതിനിടയിൽ രാഷ്ട്രീയ കൂടുമാറ്റങ്ങളും വ്യാപകമായി സംഭവിക്കുന്നുണ്ട്. അസാധാരണമാവിധം. തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നൽകാത്തതിൽ മണംനൊന്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് പ്രചാരണ വിഷയമാക്കിയാണ് CPM. 21-ാം തീയതി തിരുമലയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ BJP അധോലോക സംഘത്തിന്റെ കയ്യിലെന്നാണ് CPMന്റെ ആരോപണം. തിരുമല ആനന്ദ് കെ തമ്പി, ശാലിനി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തലസ്ഥാനത്ത് BJPയുടെയും RSSന്റെ പ്രധാന പ്രവർത്തകരായ 4 പേരാണ് ആത്മഹത്യാ ശ്രമം നടത്തുകയും ഇതിൽ 3 പേർ മരിക്കുകയും ചെയ്തത്. ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമാക്കാനാണ് CPMന്റെ തീരുമാനം. തിരുമല അനിലിന്റെ ആത്മഹത്യ ഒരു പങ്കുമില്ലെന്ന് BJP നേതൃത്വം പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആനന്ദിന്റെ മരണത്തിലും അതാണ് BJPയുടെ നിലപാട്. ആ പ്രവർത്തകരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ അടുത്ത ബന്ധം പുലർത്തുന്ന തെളിവുകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തു. ഈ വിഷയം ഏറ്റെടുക്കാനാണ് CPMന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ CPM ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് രാവിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രി V ശിവൻകുട്ടി നേതൃത്വത്തിൽ ആനന്ദിന്റെ വീട്ടുകാരെ സന്ദർശിച്ചവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുടെ താവളമായി BJP മാറുന്നു എന്ന ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. RSS BJP എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായി. സാധാരണ എതിർ രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവര്. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ നല്ലവരാണ്, ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിച്ച് വിശ്വാസം എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ ചേർത്തുകൊണ്ട് ആണ് അവർ നിലനിൽക്കുന്നത്. പക്ഷെ ആ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സംഘടനയ്ക്കകത്ത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തി നടത്തുന്നവരെ ശാരീരികമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെന്ന് RSS എന്നും BJP എന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന 3 സംഭവങ്ങളും പരിശോധിച്ചാൽ കാണുക. വാർഡ് തലത്തിൽ വലിയ പ്രചരണത്തിന് CPM തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുമല കേന്ദ്രീകരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പൊതുയോഗവും 21-ാം തീയതി നടത്തും. അങ്ങനെ ഈ വിഷയം RSSൽ BJPയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയുമൊക്കെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPMന്റെ തീരുമാനം. ആനന്ദിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണം. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളും ഈ മരണങ്ങളുമായുള്ള ബന്ധവും ഒക്കെ അന്വേഷിക്കണമെന്നാണ് CPMന്റെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. 4 ദിവസമാണ് പത്രികാ സമർപ്പണത്തിന് ഇനി ബാക്കിയുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിയാത്തതും വിമത ഭീഷണിയും മുന്നണികൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തൃശൂരിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പോയി BJPയിൽ ചേർന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജിഷ കള്ളിയത്താണ് BJPയിൽ ചേർന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സുജിഷ പറയുന്നത്. അതും വിപുലമായ ചടങ്ങോടെ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഈ വരവ് ആഘോഷിച്ചു. ശോഭാ സുരേന്ദ്രൻ, തൃശൂർ ജില്ലാ സിറ്റി പ്രസിഡന്റ്
ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിലാണ് ഇവർക്ക് അംഗത്വം നൽകിയത്. അതേസമയം പത്തനംതിട്ടയിൽ ഇന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CPIയുടെ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. KPCC ആസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് ഇന്ദിരാഭവനിൽ ശ്രീനാദേവിയെ സ്വീകരിച്ചു. ശ്രീനാദേവി അവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് AICC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് സ്വാഗതം. ഇത് പത്തനംതിട്ടയിൽ PCC വെച്ച് വൈകുന്നേരം ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ച് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി വരുന്നതാണ്. ഐ വെൽക്കം ഹെയർ വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. ആലപ്പുഴയിൽ LDFന് തലവേദനയാണ് CPMഉം CPIയും തമ്മിലുള്ള തർക്കം. അതിപ്പോഴും തുടരുകയാണ്. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. രാമഗിരി പഞ്ചായത്തിന് പുറമെ കുമാരപുരം, ആര്യാട്, മുട്ടാർ പഞ്ചായത്തുകളിലാണ് തർക്കമുള്ളത്. സീറ്റ് ധാരണ CPM ലംഘിച്ചുവെന്നാണ് CPIയുടെ ആരോപണം. അതേസമയം തർക്കമുടൻ പരിഹരിക്കുമെന്നും ഇരു പാർട്ടികളുടെ നേതാക്കൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ആ പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായാൽ മുന്നണിക്ക് കൊള്ളാം, അണികൾക്കും കൊള്ളാം, അല്ലെങ്കിൽ വലിയ പരാജയത്തിലേക്ക് ഒരുപക്ഷെ പാർട്ടിയുടെ തട്ടകത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് CPMനും CPIക്കും സംഭവിച്ചേക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇത്തരത്തിൽ കുട്ടനാട്ടിൽ LDFനുള്ളിൽ വലിയ തർക്കം നിലനിന്ന് പോകുന്നത്. പലയിടങ്ങളിലും, അതായത് ജില്ലയിലെ തന്നെ 4 പഞ്ചായത്തുകളിൽ CPI തനിച്ച് മത്സരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഇടം രാമഗിരി പഞ്ചായത്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി CPMൽ നിന്ന് വിട്ടുപോയ നിരവധി ആളുകളാണ് CPIയിൽ അവിടെ മെമ്പർഷിപ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലൊരു പ്രവർത്തനം CPIക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് LDFനെ വലിയ രീതിയിൽ ഇപ്പോൾ വലയ്ക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. രാമഗിരി പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ ആകെ 3 സീറ്റുകൾ നൽകാമെന്നുള്ള നിലപാടാണ് CPM കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അത് പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് CPI കൂടി എത്തിയതോടെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് അവിടെ മുന്നണി എത്തുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകളെങ്കിലും ലഭ്യമാകണമെന്നുള്ള ആവശ്യമാണ് രാമഗിരിയിൽ അവർ CPI ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും 8 സീറ്റുകളിലേക്ക് തങ്ങൾ മത്സരിക്കും. അത് CPI നേർക്കുനേർ മത്സരത്തിലേക്ക് രാമഗിരി പഞ്ചായത്തിനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നത് CPIയുടെ മുൻപ് CPM പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് CPIയിലേക്ക് പോവുകയും ചെയ്ത രാജേന്ദ്രകുമാർ അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 8 സീറ്റുകളിലേക്ക് CPMനെതിരെ CPI മത്സരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ വേഴപ്ര അടക്കമുള്ള ഇടങ്ങളിൽ അത്തരം വലിയ ശക്തി സ്വാധീനം ഉള്ള ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. മാമ്പുഴക്കരിയിൽ 4, 5, 6 വാർഡുകളിലും വേഴപ്രയിൽ 13, 14 വാർഡുകളിലുമായാണ് ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളടക്കം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ മുന്നണിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 8 സീറ്റുകളിലേക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPI അറിയിച്ചിട്ടുള്ളത്. CPMന്റെ പിടിവാശി ആണ് യഥാർത്ഥത്തിൽ സീറ്റ് ചർച്ച വഴിമുട്ടിയത്. രാമഗിരിയിൽ CPI പഴയ CPI അല്ല, ഏറെ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 സീറ്റ് CPIയുടെ ലോക്കൽ നേതൃത്വം പോയി ആവശ്യപ്പെട്ടു. അവർ ചർച്ച ചെയ്യാനുള്ള ഒരു നല്ല മര്യാദ കാണിക്കാതെ ഒരു സീറ്റ് ഞങ്ങൾ വേണമെങ്കിൽ ഒരു സീറ്റ് തരാം, ഔദാര്യം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരുകയായിരുന്നു. ഇനിയിപ്പോൾ ആലോചിച്ചപ്പോൾ 5 സീറ്റും ലഭിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കും. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ CPI മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ രാജിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തകരുതെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ തകർത്തേ പറ്റുമെന്ന് CPM വിചാരിച്ചു പോയാൽ നമ്മളെന്ത് ചെയ്യാനാണ്?
സമാനമായ സാഹചര്യത്തിലുള്ള തർക്കങ്ങൾ കുമാരപുരത്ത് ഉണ്ട്. ഒപ്പം തന്നെ മുട്ടാർ പഞ്ചായത്തിലും ആര്യാട് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുട്ടാറിൽ 5 സീറ്റിൽ മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. മുട്ടാറിൽ ആകെ, അതായത് മുട്ടാറിൽ CPIക്ക് നൽകാൻ തീരുമാനിച്ചത് ആകെ 1 സീറ്റാണ് എന്നുള്ളതാണ്. അതൊരു ധാർഷ്ട്യപരമായ നിലപാടാണ്. 1 സീറ്റ് പോരാ എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുട്ടാറിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ വൈകി കുമാരപുരത്ത് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. CPM ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും ഒപ്പം തന്നെ CPI ജില്ലാ സെക്രട്ടറി സോളമന്റെയും TJ ആഞ്ചലോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. പക്ഷേ ആ ചർച്ചകളൊക്കെ ഏറെ വൈകിയും നടന്ന ചർച്ചകളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മുട്ടാറിലെ 5 സീറ്റിൽ ഇപ്പോൾ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികൾ അവിടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉള്ളതെന്നുള്ളതാണ്. അപ്പോഴും ഈ തർക്കങ്ങൾ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു. കുമാരപുരത്ത് 5 വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലുമാണ് മത്സരിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. മുട്ടാറിൽ 3 സീറ്റെങ്കിലും നൽകണമെന്നുള്ള ആവശ്യമാണ് CPI അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 12, 13, 1, 2, 13, 4, 14 വാർഡുകളിലാണ് മുട്ടാറിൽ ഇപ്പോൾ CPI മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ആര്യാട് ഗ്രാമപഞ്ചായത്തിലും CPM സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ള CPI തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിനോട് നൽകുന്ന ആ ഒരു പരിഗണന പോലും ഇവരോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ CPIയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. രാമങ്കരിയിലൊക്കെ വേണമെങ്കിൽ സീറ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ജില്ലയിൽ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ദിവസങ്ങളായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇടതുപക്ഷത്തിൽ ഏറ്റവും സ്വാധീനമുള്ള കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് 8 സീറ്റ്, 14 വാർഡുകളുള്ള ഒരു പഞ്ചായത്തിൽ 8 സീറ്റിലും പരസ്പരം CPI മത്സരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ NDAയിലും പലയിടങ്ങളിൽ തർക്കമുണ്ട്. BDJS സ്വതന്ത്രമായി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. UDF ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും എത്താൻ കഴിയാത്തൊരവസ്ഥയിൽ ഒന്നിലധികം സീറ്റുകൾ, 6ഓളം സ്ഥാനാർത്ഥികൾ വരെ പല സീറ്റുകളും ആവശ്യപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വലിയമരത്തടക്കം ഈ രീതിയിലുള്ള തർക്കത്തെ തുടർന്ന് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം രാജിവെച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പോസ്റ്റർ, യൂത്ത് കോൺഗ്രസിനെ യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നുള്ള പ്രതിഷേധ പോസ്റ്റർ അടക്കം DCC ആസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയും വിവിധ മുന്നണികൾ ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലേക്ക് ആലപ്പുഴയിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തൃശൂർ കൂഴൂർ ഗ്രാമപഞ്ചായത്തിലും സ്ഥാനാർത്ഥിത്വം ചൊല്ലി CPMഉം CPIയും തമ്മിൽ തർക്കമുണ്ട്. 11ാം വാർഡിൽ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPIയും CPMഉം ഇതുമായി ബന്ധപ്പെട്ട് പരിഹാര ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുവിഭാഗവും പ്രചരണവും ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോബിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് CPMന്റെ പ്രചാരണം. AYF പ്രവർത്തകൻ രമ്യ ശ്രീജേഷിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് CPIയും പ്രചാരണം ആരംഭിച്ചു. തർക്കം തീർക്കാൻ നേതൃതലത്തിൽ ചർച്ചകൾ തുടരുകയാണ്. എളവള്ളി പഞ്ചായത്തിലെ 17ാം വാർഡിലും CPIയും CPIഎമ്മും മത്സരിക്കുന്നു. ആശയങ്ങളും പാളയം മാറുന്ന കാഴ്ചകളും തെരഞ്ഞെടുപ്പ് കാലത്ത് സുലഭമാണ്. മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ CPMലെത്തിയതാണ് ഇന്നത്തെ ആ മേഖലയിലെ, മലബാർ മേഖലയിലെ പ്രധാന വാർത്തകളിലൊന്ന്. ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും STU മുൻ ജനറൽ സെക്രട്ടറിയുമാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായുള്ള തർക്കമാണ് രാജിക്ക് കാരണം. നല്ലടം വാർഡിൽ നിന്ന് കോർപ്പറേഷനിലേക്ക് പോക്കറിൻ്റെ പേരാണ് നിർദ്ദേശിച്ചിരുന്നതെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മായിൻ ഹാജി ഇടപെട്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുവെന്നുമാണ് ആരോപണം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം റംലത്ത് അടക്കമുള്ള വനിതാ ലീഗ് നേതാക്കൾ, അവർ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്, രാജി വെച്ചിരുന്നു. ഒപ്പം നല്ലളത്ത് പാർട്ടി പ്രവർത്തകർ അവരുടെ സ്ഥാനങ്ങൾ ത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ രാജിവെച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നല്ലളത്ത് നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ് യു പോക്കർ. അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയാണ്. എന്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മാറാനുള്ള കാരണം? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും എൻ്റെ രാജ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അവിടുത്തെ തികച്ചും പ്രാദേശികമായി അവിടുത്തെ പ്രവർത്തകരും നേതൃത്വവും തമ്മിലുള്ള തർക്കമാണ്. ഞാൻ തികച്ചും രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന തൊഴിലാളി അനുകൂല സമീപനവും
മറ്റ് നിലപാടുകളും കേരളത്തിൻ്റെ വികസന സാധ്യതയും ഒരു ഉറച്ച നേതൃത്വം എന്ന നിലയിലൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ മാറ്റം. ഈ 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടെയാണ്. താങ്കൾക്ക് പെട്ടെന്നുള്ളൊരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുമ്പോൾ? അങ്ങനെയല്ല, പെട്ടെന്നുള്ളൊരു ബോധ്യമല്ല. നമ്മൾ സമീപകാലത്ത് ഞാനൊരു തുടക്കക്കാരനാണ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ഞാനിതിലൊരു തുടക്കക്കാരനാണ്. സമീപ ഭാവിയിൽ ഒരുപാട് പേര് എൻ്റെ മാർഗം സ്വീകരിക്കാൻ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മളെ പ്രേരിപ്പിക്കും. ലീഗിൽ നിന്ന് തന്നെ അല്ലെ, ലീഗിനോടുള്ള വിയോജിപ്പുണ്ടോ അതോ UDF സംവിധാനത്തോടെ? അങ്ങനെ ഒരു പ്രത്യേക വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലില്ല. തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമാണ്. അല്ല, ഇത് ഈ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, ഈ CPM-നോടുള്ള അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തോടുള്ള യോജിപ്പ് കൊണ്ടാണോ? അത് തീർച്ചയായും നയപരമായ യോജിപ്പ് അതിനൊരു ഘടകമാണ്. അത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ആത്യന്തികമായ ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. ഞാൻ പിന്നിട്ട വഴികളിൽ കേരളത്തിലെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള തിരിച്ചറിവ് കേരളത്തിലെ തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഒരു തൊഴിലാളി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഈ കഴിഞ്ഞ 9 വർഷമായി തുടരുകയാണ് ഭരണം. ഈ ഭരണം ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു ഭരണമെന്നാണ് താങ്കളിപ്പം വിലയിരുത്തുന്നത്? സ്വാഭാവികമായും. കാരണം ഈ അടുത്ത കാലത്ത് സ്വീകരിച്ചിട്ടുള്ള തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ അവശ ദുർബല ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന ഒരു കരുണയും കരുതലുമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കേരളത്തിൽ അത്ര ഒരു സമ്പന്നമായ സാമ്പത്തിക സ്ഥിതിയല്ല ഉള്ളത്. ആ ഗുരുതരമായ പ്രതിസന്ധികൾക്കിടയിലും ഈ പാവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ലാതെ രാഷ്ട്രീയപരമായ മറ്റു മാനങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. ഒന്നുമില്ല. ഈ കേവലം ഈ തൊഴിലാളി പിന്നെ ഈ തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളോടുള്ള സമീപനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ എങ്ങനെ വിലയിരുത്തുന്നു? മുഖ്യമന്ത്രി കരുത്തനായ മുഖ്യമന്ത്രിയാണ്, ഉറച്ച നിലപാടുള്ള മുഖ്യമന്ത്രിയാണ്. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമായ ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നു. അങ്ങനൊരു ആവശ്യം കൂടെ ഉണ്ട്, അങ്ങനൊരു കാര്യം കൂടെ മുൻനിർത്തിയാണ് വരുന്നത്. തീർച്ചയായും. എന്തായാലും തൊഴിലാളി രംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു. ലീഗിന്റെ ട്രേഡ് യൂണിയന്റെ എല്ലാ വശങ്ങളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആൾ കൂടിയാണ്. എന്തായാലും പിണറായി വിജയന്റെ ഒരു നേതൃത്വത്തിൽ ആകർഷണമായി, അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമ പരിപാടികൾ സർക്കാർ നടത്തുന്ന നടപടിക്രമങ്ങളിൽ ആകർഷണമായാണ് ഈ ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് എത്തുന്നത് എന്നാണ് യു പോക്കർ പറയുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,455, പവന് 91,640. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,465, പവന് 75,720. വെള്ളി ഗ്രാമിന് 167, കിലോയ്ക്ക് 1,67,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം ചേരും.